ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു 12 വോൾട്ട് ബാറ്ററിയുടെ ഒരു ലെവൽ ഇൻഡിക്കേറ്ററാണ്. അത് 5 ലെവൽ ഇൻഡിക്കേറ്ററാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ്. ഒരു കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടുകളും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ബാറ്ററിയിൽ ഒരു സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ബാറ്ററിയുടെ ചാർജ് അറിയാൻ ആവശ്യമുള്ളപ്പോൾ എത്രമാത്രം ലെവൽ ചാർജ് ഉണ്ടെന്ന് അറിയാൻ ആവശ്യമുള്ളപ്പോൾ ആ സ്വിച്ച് ജസ്റ്റ് ഒരു മൈക്രോ സ്വിച്ച് മതിയാവും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഓഫ് ചെയ്തിടാം. എന്തിനാണ് നമ്മളൊരു സ്വിച്ച് കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെറുതെ LED കത്തിയിട്ട് ആ LED വഴിയുള്ള ഡ്രോപ്പ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സ്വിച്ച് കണക്ട് ചെയ്ത് വെക്കാൻ ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കോമ്പോണൻസ് എന്ന് പറഞ്ഞാൽ 5 1K റെസിസ്റ്ററും 5 LED ഇത്രയും മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. പല കളറിലുള്ള LEDs ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓരോ ലെവലും മനസ്സിലാക്കാൻ വേണ്ടി. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് 2 റെഡും 2 യെല്ലോ LED-യും 1 ഗ്രീൻ LED-യും. ഗ്രീൻ LED കത്തിയ ഫുൾ ചാർജ് എന്നാണ് അതിൻ്റെ മീനിങ്. ഒന്നാമത്തെ റെഡ് LED കത്തിയ ഒട്ടും ചാർജില്ല, രണ്ടാമത്താണെങ്കിൽ അല്പം ചാർജുണ്ട്. ഓറഞ്ച് ആണെങ്കിൽ ഫസ്റ്റ് ലെവൽ ഓറഞ്ച് ആണെങ്കിൽ ഒരു ഹാഫ് ലെവൽ ചാർജുണ്ട്, സെക്കൻഡ് ലെവലാണെങ്കിൽ ഒരു 75% ചാർജുണ്ട്, ഗ്രീൻ ആണെങ്കിൽ 100% ചാർജുണ്ട്. അങ്ങനെയാണ് നമ്മളത് കണക്കാക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രിസിഷൻ ആയിട്ടുള്ള ഒരു ലെവലാണ് അറിയേണ്ടതെങ്കിൽ നിങ്ങൾ ഈ 1K റെസിസ്റ്ററിന് പകരം ഒരു 2.2K പ്രീസെറ്റ് 2 എണ്ണം സീരിയലായിട്ട് കൊടുക്കണം. അപ്പോൾ ടോട്ടൽ 5K. എന്നിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ LED കത്തുന്ന വോൾട്ടേജ് പ്രിസിഷനായിട്ട് എത്ര വോൾട്ടേജിലാണ് ആ LED കത്തേണ്ടതെന്ന് നിങ്ങൾക്ക് പ്രിസിഷനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ 1K ആണെങ്കിൽ ഇത് തന്നെയാണ് തീരുമാനിക്കുന്നത്, നമുക്കൊരു കൺട്രോളില്ല. പക്ഷേ ഒരു പ്രീസെറ്റാണ് കൊടുക്കണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഞാനിതിൻ്റെ സർക്യൂട്ട് ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം. കാരണം അത് നോക്കി നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അസംബിൾ ചെയ്യാം. നിങ്ങൾക്കൊരു ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, അതായത് ഒരു PCBയുടെ ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റായിട്ട് പിന്നിൽ സോൾഡർ ചെയ്യാനാണ് ഏറ്റവും സിമ്പിൾ. ആൻഡ് കോമ്പാക്റ്റ് ആക്കാനും അതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഈ വലിയ LED തന്നെ യൂസ് ചെയ്യണമെന്നില്ല, SMD LEDs യൂസ് ചെയ്യാം. SMD LED ആണ് നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ റെസിസ്റ്ററിന് 1K റെസിസ്റ്ററിന് ഒരു പ്രീസെറ്റ് വെക്കുന്നതാണ് നല്ലത്. കാരണം SMD LEDസിനും സാധാരണ LEDസിനും ഫോർവേഡ് വോൾട്ടേജ് ഒരല്പം ഡിഫറൻ്റ് ആണ്. ഇൻപുട്ട് ബാറ്ററി കണക്ഷന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് 2 ക്രോക്കോഡൈൽ ക്ലിപ്പാണ്. അപ്പോൾ പിന്നെ ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ജസ്റ്റ് അതിൻ്റെ ടെർമിനൽസിൽ പിടിച്ച് കണക്ട് ചെയ്താൽ മാത്രം മതിയാവും. പിന്നെ ടെസ്റ്റിങ്ങിന് വേണ്ടി ഞാൻ ഇതിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കുന്നത് എൻ്റെ ബെഞ്ച് പവർ സപ്ലൈ എന്നുള്ള ഒരു വേരിയബിൾ പവർ സപ്ലൈ ആണ്. അപ്പം പിന്നെ എനിക്ക് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എത്ര വോൾട്ടേജിൽ ഏതൊക്കെ LED ആണ് കത്തുന്നത് നിങ്ങളെ കാണിച്ചു തരാനും പറ്റും. ഇനി നമുക്ക് സർക്യൂട്ട് ഒന്ന് നോക്കിയാലോ. നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് വെച്ചാൽ ഒരു പാസീവ് വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അതായത് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജിൻ്റെ ഡ്രോപ്പ് അനുസരിച്ചാണ് ഓരോ LED-യും കത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു പ്രീസെറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എത്ര മാത്രം ഡ്രോപ്പ് അവിടെ കൊണ്ടുവരണമെന്ന്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ബ്ലൂ LED ആണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഫോർവേഡ് വോൾട്ടേജ് കത്തുന്ന വോൾട്ടേജ് എന്ന് വെച്ചാൽ ഡിഫറൻ്റ് ആണ്. വൈറ്റ് LED ആണെങ്കിൽ പിന്നെയും ഡിഫറൻ്റ് ആണ്. യെല്ലോ LEDക്ക് വേറെയാണ്, റെഡ് LEDക്ക് വേറെ, ഗ്രീൻ LEDക്ക് വേറെയാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ വോൾട്ടേജ് റേഞ്ചാണ് അതിൻ്റെ ഫോർവേഡ് വോൾട്ടേജ്. അപ്പോൾ അതനുസരിച്ച്, കാരണം ഈ 1K ആണ് കൊടുക്കണമെങ്കിൽ അതൊരു ജനറലൈസ്ഡ് ആണ്. അപ്പം ഒരു പ്രീസെറ്റാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കിത് കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എത്ര വോൾട്ടേജിൽ അത് കത്താം എന്ന് പറയുന്ന ഒരു രീതിയിലോട്ട് കൊണ്ടുവരാൻ പറ്റും. കാരണം നിങ്ങൾക്ക് കണ്ടറിയാം എല്ലാ LEDസും സീരിയലായിട്ട് ആണ് കണക്ട് ചെയ്തത്. ഇതിൻ്റെ ഇടയിൽ അക്രോസ് ആയിട്ട് 1K റെസിസ്റ്റർ നമ്മൾ ഗ്രൗണ്ടിലോട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ വരുന്ന ഡ്രോപ്പാണ് ഇവനെ തീരുമാനിക്കുന്നത് ഈ വോൾട്ടേജ് കത്താൻ, ഈ റെഡ് അല്ലെങ്കിൽ ഈ LEDs എങ്ങനെ കത്തണമെന്നുള്ളത് തീരുമാനിക്കുക. അതിന് അക്രോസ് ആയിട്ട് വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. നിങ്ങൾക്ക് സർക്യൂട്ട് കണ്ടാൽ മനസ്സിലാവും നമ്മൾ ഡിലേ ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ സാധാരണ കോസ്റ്റ്ലി ആയിട്ടുള്ള വോൾട്ടേജ് ലെവൽ ഇൻഡിക്കേറ്റർ എന്താണ് അവൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിലേ വെച്ച്. കാരണം ആ ഡിലേ എന്ന് വെച്ചാൽ ആ ഡിലേയിലേക്ക് എത്ര കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ അനുസരിച്ചുള്ള ഇൻഡിക്കേഷനാണ് തരുന്നത്. അതായത് ലോഡ് എത്ര കറണ്ടാണ് വലിക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചുള്ള ഇൻഡിക്കേഷൻ. അപ്പം നമുക്ക് കൃത്യത അത് കുറേ കൂടെ ആക്യുറേറ്റ് ആയിരിക്കും. കാരണം കറണ്ടിൻ്റെ ഫ്ലോയും കൂടെ അവൻ നോക്കുന്നുണ്ട്. പക്ഷേ നമ്മളിവിടെ വോൾട്ടേജ് മാത്രമേ നോക്കുന്നുള്ളൂ. അതുകൊണ്ട് ആക്യുറേറ്റ് ഒന്നും ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. പക്ഷേ നമുക്കതിൻ്റെ ഒരു ഓവറോൾ വോൾട്ടേജ് ലെവൽ അറിയാൻ പറ്റും. നമ്മൾ മൾട്ടിമീറ്ററൊക്കെ വെച്ച് ചെക്ക് ചെയ്യില്ലേ ബാറ്ററിയുടെ വോൾട്ടേജ് എത്രയുണ്ടെന്ന്, അതിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് സാധനമാണ് ഈ സാധനം. നമുക്കിനി ടെസ്റ്റിങ്ങിലോട്ട് കടന്നാലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ബെഞ്ച് പവർ സപ്ലൈ, അതിൻ്റെ വോൾട്ടേജ് നമ്മൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ 1 വോൾട്ടേജ് ആയി, 2 വോൾട്ടേജ് ആയി. കണ്ട 2 വോൾട്ടേജ് ആയപ്പം ആ റെഡ് LED ചെറുതായിട്ട് കത്തി തുടങ്ങി ഒന്നാമത്തത്. പിന്നെ ഞാൻ വോൾട്ടേജ് കൊണ്ടാണ് രണ്ടാമത്തെ LED കത്തി തുടങ്ങി. അത് 3 വോൾട്ടേജ് ആയപ്പം. കാരണം ഇനി ഞാൻ പതുക്കെ വോൾട്ടേജ് കൂട്ടുകയാണ്, വളരെ പതുക്കെ കൂട്ടണം. 6 വോൾട്ടേജ് ആയി. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വളച്ച് വെച്ച് തരാം. കാരണം മൂന്നാമത്തെ LED ചെറുതായിട്ട് കത്തി തുടങ്ങി, ഓറഞ്ച് LED 6 വോൾട്ടിൽ അത് ചെറുതായിട്ട് കത്തി തുടങ്ങി.
ആ ബ്രൈറ്റ്നസ് പതുക്കെ കൂടുന്നുണ്ട്. ഇപ്പം 9 വോൾട്ടായി. 9 വോൾട്ടിൽ മറ്റവൻ കത്തി തുടങ്ങി. 9 വോൾട്ടിൽ കത്തി തുടങ്ങിയിട്ട് അത് ഏകദേശം 11, 12, 13 വോൾട്ടേജ് വരെ ആ ഓറഞ്ച് കത്തിയിട്ടുണ്ട്. ഗ്രീൻ LED ഇപ്പോഴും കത്തിയിട്ടില്ല. ഗ്രീൻ LED 14.2 വോൾട്ടേജിലാണ് LED കത്താൻ സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങളൊരു പ്രീസെറ്റാണ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 8-9 വോൾട്ടേജ് സ്റ്റാർട്ടിങ് മുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം ഒന്നാമത്തെ LED കത്തിയത് 2.5 വോൾട്ടേജില്ല. അത്രയും വലിയ ഡ്രോപ്പ് ഒന്നും ഒരിക്കലും ഒരു ബാറ്ററിക്ക് സംഭവിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രീസെറ്റ് ഇടുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ റെസിസ്റ്റർ ഇട്ട് കാണിച്ചു തന്നത്. എൻ്റെ ഒരു ലിഥിയം ഫെറോ ബാറ്ററി ഉണ്ട്, ലിഥിയം ഫെറോ ഫോസ്ഫേറ്റിൻ്റെ ബാറ്ററി. അതിൻ്റെ നോമിനൽ വോൾട്ടേജ് 12 വോൾട്ടാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ മാക്സിമം ഫുള്ളി ചാർജിൻ്റെ വോൾട്ടേജിൻ്റെ 14.6 വോൾട്ടാണ്. നമുക്ക് അതിൻ്റെ വോൾട്ടേജ് എത്രയുണ്ടെന്ന് നമുക്ക് ഇത് വെച്ചൊന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ അറിയാൻ പറ്റുമല്ലോ എത്ര ഉണ്ടാവുമെന്ന്. ഏത് വോൾട്ടേജിലുള്ള ബാറ്ററിയുടെ ലെവലും ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ബാറ്ററിയുടെ ലെവൽ ഞാൻ ഇത് ഉപയോഗിച്ച് മെഷർ ചെയ്ത് കാണിച്ചു തരാം. മൾട്ടിമീറ്ററും പാരലായിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര വോൾട്ടേജിലാണ് ഇത് കാണിക്കുന്നതെന്ന്. 13.2 വോൾട്ടേജ് ആൻഡ് 4 LED കത്തിയിട്ടുള്ളൂ. ഗ്രീൻ LED കത്തിയിട്ടില്ല. കാരണം ഫുള്ളി ചാർജ് 14 വോൾട്ടേജിന് മുകളിലില്ല. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സജഷൻസോ ഡൗട്ടോ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. അടിപൊളി സിമ്പിൾ സർക്യൂട്ട് തന്നെയല്ലേ ഇത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ല്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ല്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.